ഹലോ ഡിയർ ഫ്രണ്ട്സ്, സുഖമാണ് എല്ലാവർക്കും. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു ചെറിയൊരു വ്ളോഗായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ചൂടൊക്കെ മാറി ഖത്തറിൽ ഇപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാലാവസ്ഥയാണുള്ളത്. അപ്പോൾ ചെടികളും പൂക്കളൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ആൾക്കാർ അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ അടുക്കളത്തോട്ടം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അത്യാവശ്യം വരുന്ന എല്ലാ ടൂൾസും അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണിത്. ഞാൻ ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളതാണ്. പ്ലാന്റിങ്ങിൻ്റെ ഒരു ടൈം ആയത് കാരണം തന്നെ സൂപ്പർ മാർക്കറ്റ്സുകളും അതുപോലെ തന്നെ നഴ്സറികളിലൊക്കെ ഈ ഒരു കിറ്റ് അവൈലബിൾ ആണ്. നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന സൈസുള്ളതാണെല്ലാം, അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റലിൻ്റെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനും ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പിന്നീട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ഈസി ആയിട്ടുള്ളതാണ്. മുറ്റത്തുള്ള ഈ ഒരു ചെറിയൊരു സ്പേസ് നന്നായി കിളച്ച് മറിച്ച് അതിൽ കുറച്ച് സീഡ് നടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ രാവിലെ അങ്ങനെ സമയം കിട്ടാറില്ല. അപ്പം ഇത് ഈവനിങ് ഉള്ള പരിപാടിയാണ് ഈ കാണുന്നത്. ഇതെല്ലാം കൂടി ഒറ്റ ദിവസം ചെയ്തതല്ല, 2-3 ദിവസങ്ങളായിട്ട് ചെയ്തത്. ഞാൻ ഷൂട്ട് ചെയ്ത് കണക്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് തൊട്ടടുത്തുള്ള ഒരു ഫ്രൈഡേ ഓഫ് ഡേ കിട്ടിയപ്പോൾ കുറച്ച് പോട്ട്സ് എല്ലാം എടുത്ത് മണ്ണ് സെറ്റ് ചെയ്ത് നടാനുള്ള പരിപാടിയാണ്. ഈ ഒരു പോട്ട്സിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും. കഴിഞ്ഞ വർഷം ഇത് കുറച്ച് യൂസ് ചെയ്തിരുന്നു. ബാക്കി വന്ന കുറച്ച് പോട്ട്സാണ് ഇപ്രാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. പോട്ട്സിലൊക്കെ മണ്ണ് നിറക്കുന്നുണ്ടാണ് ഗ്ലൗസ് എല്ലാം ഇട്ട് സെറ്റ് ആവുന്നത്. അപ്പോൾ നമ്മുടെ കൈ ക്ലീൻ ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാവും. അപ്പോൾ ഇതിലൊക്കെ മണ്ണ് നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സീഡ് നട്ട് മുളപ്പിച്ചതല്ല, ഇത് 1 മാസം പ്രായമുള്ള തൈകൾ വാങ്ങിയതാണ്. അപ്പോൾ സീഡ് നട്ട് മുളപ്പിക്കാനുള്ള ഒരു എന്താ പറയുക സാവകാശം കിട്ടിയില്ല. അതുപോലെ തന്നെ നല്ല ഇനം വിത്ത് കിട്ടിയാൽ മാത്രമേ നല്ല ഇനം ചെടി ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ലതരം തൈകൾ തന്നെ വാങ്ങി വെക്കാമെന്ന് വിചാരിച്ച്. ഇതിൽ 3 ടൈപ്പ് ചെടികളാണ് വാങ്ങിയിട്ടുള്ളത്. ഒന്ന് പച്ചമുളകിൻ്റെ തൈകൾ, അതുപോലെ തന്നെ തക്കാളീൻ്റെ തൈകളും, പിന്നെ വഴുതനേൻ്റെ ഒരു 2-3 തൈകളും. ചെടികൾ നമ്മൾ പറിച്ച് നടുന്നതുകൊണ്ട് തന്നെ ഒരാഴ്ച ഏകദേശം തണലത്ത് വെച്ചതിന് ശേഷമാണ് ഇത് വെയിലത്തേക്ക് മാറ്റിയിട്ടുള്ളത്. ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ചാണെങ്കിലും വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ് നമ്മുടെ വീട്ടിലൊരു ചെറിയൊരു അടുക്കളത്തോട്ടം അല്ലെങ്കിൽ ഒരു 3-4 ചെടികളങ്ങ് വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു 2-3 തൈയെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ നോക്കാം. വീട്ടിനകത്ത് നമ്മുടെ ടീ പോയിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ടേബിളിൻ്റെ പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലെ ഒരു കോർണറിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു സന്തോഷമാണ് ഇതുപോലെയുള്ള ചായക്കപ്പുകളുള്ള ഒരു കുഞ്ഞു ചെടി. എക്സ്പെൻസീവ് ആയിട്ടുള്ള പോട്ടൊന്നും അതിന് വേണമെന്നില്ല. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാത്ത സെറാമിക്കിൻ്റെ കപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് പഴകി കൈ പൊട്ടിയിട്ട് മാറ്റി വെച്ച് കളയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള പോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. യൂസ് ചെയ്യാത്ത കൈ പൊട്ടിയ കപ്പിൽ സെറ്റ് ചെയ്തിട്ടില്ല കുഞ്ഞു മണി പ്ലാന്റിൻ്റെ ഒരു ലീഫാണിത്. അതുപോലെ കണ്ടില്ലേ, ഒരു സിംഗിൾ സീഡ് നടാൻ ഇത്രയും ചെറിയൊരു കപ്പ് മതി. അപ്പോൾ അതിനൊരു ഡ്രൈനേജ് ഹോൾ ഉണ്ടാക്കി കൊടുക്കണം ആദ്യം തന്നെ. അതങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഈ കപ്പ് പൊട്ടിപ്പോകാത്ത രീതിയിൽ എങ്ങനെ ഒരു സിംഗിൾ ഹോൾ ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ കാണിക്കുന്നത്. കണ്ടില്ലേ, ഒരു ലീഫ് നട്ടിട്ട് ഇതിപ്പോൾ ഇതിൽ 3 ലീഫ് വന്നിട്ടുണ്ട്. ഈ ഒരു ചായക്കപ്പും അതുപോലെ സെറ്റ് ചെയ്താണ്. അതിൻ്റെ സൈഡിലെ പിടി വിട്ടുപോയിട്ട് അതിൻ്റെ അടിയിലൊരു കുഞ്ഞു ഹോൾ ഉണ്ടാക്കി കൊടുത്ത് നമുക്ക് ടീ പോയിൻ്റെ മുകളിൽ വെക്കാനില്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോട്ടായി കിട്ടും. കപ്പ് പൊട്ടിപ്പോകാണ്ട് എങ്ങനെ ഹോൾ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ, കപ്പിൻ്റെ അടിയിൽ ഒരു പ്ലാസ്റ്റർ നമ്മൾ ഒട്ടിച്ച് വെക്കാം ആദ്യം തന്നെ. എന്നിട്ട് ഒരു പോയിന്റിൽ ഒരു ആണി വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊരു മുട്ട കൊണ്ട് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പ്ലാസ്റ്റർ എന്തിനാ ഒട്ടിക്കുന്നത് വെച്ചാൽ ആ ഒരു പോയിന്റ് മാറിപ്പോകാണ്ടിരിക്കാനാണ്. പ്ലാസ്റ്റർ നമ്മൾ ഒട്ടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം അടിക്കുമ്പം ആ ഒരു പോയിന്റ് ഇങ്ങനെ മാറിപ്പോവും. അപ്പോൾ കപ്പ് ഒരു 3-4 പീസായിട്ട് അങ്ങ് ബ്രേക്ക് ആയി പോകും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ചൊരു പൊടിഞ്ഞ് വരുന്നേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു ഹോളായി കിട്ടുകയും ചെയ്യും. നമുക്കിതുപോലെ യൂസ് ചെയ്യാത്ത കപ്പ് നല്ല അടിപൊളി പോട്ടായിട്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്യാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കുഞ്ഞു കപ്പും കൂടി ഞാൻ ഹോളിട്ട് എടുക്കുന്നുണ്ട്. ഇതിലൊരു കുഞ്ഞു സീഡ് നടാൻ വേണ്ടിയിട്ടാണ്. ചെടികളെ ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും ഇതൊരു ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നത്. ഒരു ചെറിയൊരു പീസ് പ്ലാസ്റ്റർ ഇതിൻ്റെ പുറത്തൊട്ടിച്ച് കൊടുക്കാം. പിന്നെ ഒരു ചെറിയൊരു മുട്ടിയെടുക്കുക,
ആണി കറക്റ്റ് ഒരു പോയിന്റിൽ തന്നെ വെച്ച് ഒന്ന് 2-3 പ്രാവശ്യം അടിക്കുമ്പോഴേക്കും അതിന് നല്ലൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പോട്ടിൽ നമുക്ക് സീഡൊന്നും പുറത്തുനിന്ന് വാങ്ങണമെന്നില്ല. ഒരു ചെറുപയറിൻ്റെ മണി അല്ലെങ്കിൽ ഒരു കടലൻ്റെ ഒരു മണി ഇട്ടാൽ മതി. ഒരു നല്ലൊരു ചെടിയായിട്ട് വരും, കുറച്ച് നാളത്തേക്ക് മാത്രം. അപ്പോൾ 1-2 മാസം നമ്മുടെ കിച്ചൻ്റെ കോർണറിൽ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്ര വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങളും റെസിപ്പീസും ആയിട്ട് ആക്റ്റീവായിട്ട് തന്നെ ഇനി അങ്ങോട്ട് തുടരാനാണെന്ന് വിചാരിക്കുന്നത്. അതിന് പറ്റുമെന്ന് വിചാരിക്കുന്നത്. നിങ്ങളെല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപാട്. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ.